ഇപ്പോൾ രാഹുൽ ജിനാഥ് സംഭവ സ്ഥലത്തുണ്ട്. രാഹുൽ, വലിയ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. 3 പേരുടെ പരിക്ക് ഗുരുതരമാണെന്ന് അറിയുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് രാഹുൽ നൽകാനാകുന്ന വിവരങ്ങൾ എന്താണ്? പക്ഷേ അത് ആ ദൃശ്യങ്ങൾ കാണാം. കാരണം ഷെവർലെറ്റ് ബീറ്റാണെന്ന് മനസ്സിലാക്കുന്ന ഈ കാർ ഈ കൈവരി ഇടിച്ച് തകർത്തുകൊണ്ട് നിയന്ത്രണം വിട്ട് ഈ ഭാഗത്ത് ജനലാശുപത്രി തൊട്ട് മുമ്പുള്ള ആളുകൾ നടക്കുന്ന ഫുട്പാത്താണ്, അവിടേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വാഹനം. എന്തായാലും വലിയ അപകടമാണ് ഇവിടെ. 4 പേർക്ക്, എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഒപ്പം ഒരു സ്ത്രീക്കും വലിയ പരിക്കേറ്റുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? സാറേ, ഇത് ഈ ഓട്ടോ ഡ്രൈവർമാർ 3 പേരുണ്ടായിരുന്നു. കാർ അവിടെ നിന്ന് വരെയായിരുന്നു കാറ്. ഡ്രൈവർമാരെ പുറത്ത് നിൽക്കുകയായിരുന്നു. 3 ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് യാത്രക്കാർ 4 പേരും ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലാണ് 2 പേർക്ക് പരിക്കായ്പ മെഡിക്കൽ കോളേജ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും പിന്നെ 2 ഓട്ടോ ഡ്രൈവറും. ഈ കാറ് വേഗത്തിലായിരുന്നു, നിയന്ത്രണം വിട്ടതാണ്? അത് ഞാൻ കണ്ടില്ലായിരുന്നു സാറേ. ഞാനിപ്പോൾ ഇവിടെ വന്നതില്ല, ഞാൻ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് വന്നപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. മെഡിക്കൽ കോളേജിലേക്കാണ് മെഡിക്കൽ കോളേജ്, എല്ലാവരും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഈ പറഞ്ഞ ഇവരെല്ലാവരും ഈ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. നടന്നിങ്ങനെ വരെയായിരുന്നു. അപ്പോഴാണ് വണ്ടി ഇങ്ങനെ ഇടിച്ചു കയറി വന്നത്. വാഹനത്തിൽ ഡ്രൈവറിനും ഒരു കുഴപ്പമില്ല. അതിന്റെ ഫ്രണ്ടിൽ ഒരാൾ, അവർ 2 പേരെ പോലീസ് കൊണ്ടുപോയി. 2 പേര്, ഡ്രൈവറും ഫ്രണ്ടിൽ ഒരാളും ഉണ്ടായിരുന്നു. 2 പേരും കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവർക്കൊന്നും ഒരു പരിക്കുമില്ല. പാളയം ഭാഗത്തേക്ക് വണ്ടി പോകും. പാളയം ഭാഗത്തേക്ക്. അപ്പൊ അത് തന്നെയാണ്, പാളയം ഭാഗത്തേക്ക് ഈ കാറ് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് നിയന്ത്രണം വിട്ടത്. വലിയൊരു ഇടി, ആ ഇടിയുടെ ആഘാതം നമുക്ക് മനസ്സിലാകും. ആ വണ്ടി തകർന്ന നിലയിൽ നമുക്ക് കാണാം. എയർ ബാഗുകൾ പുറത്തു വന്ന നിലയിലാണ്. അപ്പോൾ ആ ഇടിയുടെ ആഘാതം നമുക്ക് മനസ്സിലാകും. വലിയ ഒരു ഇടിയാണ് ഉണ്ടായിരിക്കുന്നത്. വാഹനം പാളയം ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഈ കൈവരിയുടെ ഭാഗത്ത്, അതായത് ഫുട്പാത്തിന് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകൾ. ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ്, ജനറൽ ആശുപത്രിക്ക് മുൻപിൽ. അങ്ങനെ ഇതുവഴി കടന്നുപോയ യാത്രക്കാരി, ഒപ്പം 2 ഓട്ടോക്കാർക്കും വലിയ പരിക്കുകളുണ്ട്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. ഓട്ടോ തൊഴിലാളികൾ ഉണ്ട്. ചേട്ടാ, ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഞാനിവിടെ ഇങ്ങനെ സിഗ്നൽ കറക്റ്റായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് നല്ല ഒരു 100-100ന്റെ മേളിലുള്ള സ്പീഡായിരിക്കും. എനിക്ക് പെട്ടെന്നുള്ള ഒരു ഇതിൽ ഞാൻ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ. അയാൾ നല്ല കറങ്ങിപ്പോയി. ഒരു 3 പ്രാവശ്യമെങ്കിലും കറങ്ങിപ്പോയതിൽ പിന്നെ അതിന് മുന്നാലെ വേറെ ഒരു സ്ത്രീ അവിടെ നിന്ന് ആ സ്ത്രീനെ നല്ല താഴെ കൂടി അങ്ങ് പോയി. പിന്നെ ഈ കമ്പിയില്ലേ, ആ കമ്പി തുടക്കം മുതൽ ആ കമ്പി ഇടിച്ചതിന് ശേഷമാണ് ഇവരെ ഇടിച്ചത്. വണ്ടി വലിയ വേഗത്തിലായിരുന്നു, നല്ല സ്പീഡായിരുന്നു. പുള്ളിക്കാരൻ ഇനി മദ്യപിച്ചിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല. കണ്ടിട്ട് ലോങ് നിന്ന് വന്ന ഒരു വണ്ടിയാണ്. ഉറങ്ങിയിട്ടാണോ മദ്യപിച്ചിട്ടുണ്ടോ അതൊന്നും അറിയില്ല. വന്ന് പെട്ടെന്ന് പോലീസുകാർ വന്ന് അവരെ കൊണ്ടുപോയി. ഇവിടെ തന്നെയുള്ള സ്റ്റാൻഡിൽ തന്നെയുള്ള ആൾക്കാണോ പരിക്കേറ്റത്? ഇവിടെ ഈ സ്റ്റാൻഡിലുള്ള അവരിവിടെ സംസാരിച്ചോണ്ടിരുന്നത്. സ്റ്റാൻഡിൽ ഓട്ടോ ഈ ഭാഗത്ത് അവിടെ ആയിരുന്നു സംസാരിച്ചോണ്ടിരിക്കുക. ഇവിടെ മുതൽ കൈവരി ഉണ്ടായിരുന്നു തോന്നലേ. അവിടെ അവര് തട്ടിക്കൊണ്ടുപോയി. അതായത് ആ വണ്ടിയുടെ വേഗത നമുക്ക് ഊഹിക്കാൻ കഴിയും. കാരണം എന്താ, ഇവിടെ മുതലുള്ളതാ ഈ ഭാഗത്ത് തുടങ്ങുകയാണ് കൈവരി. അതായത് ഈ ഫുട്പാത്തിലെ കൈവരി ഈ ഭാഗത്ത് തുടങ്ങുകയാണ്. ആ കൈവരി ഇടിച്ച് മടങ്ങി ആ ഭാഗത്തേക്ക്, കാറിന്റെ മുൻവശത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഇടിയുടെ ആഘാതം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. അതായത് കുറച്ചധികം ദൂരത്തുള്ള കൈവരിയാണ് ഇപ്പോൾ ഇത്രയധികം പുറകോട്ട് മാറി നിൽക്കുന്നത്. ഇവർ സൂചിപ്പിച്ചതുപോലെ ഓട്ടോ തൊഴിലാളികളോട് സംസാരിക്കുകയായിരുന്നു. അവരെ വണ്ടി ഒരു യാത്രക്കാരി ആളുകളുടെ ഒക്കെ നില ഗുരുതരമാണ്. നല്ല ആഘാതത്തിലുള്ള ഇടിയേറ്റിട്ടുണ്ടെന്നാണ് നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞത്. അതെ, അങ്ങനെ തന്നെയാണ്. കാരണം ആ ഇടിയുടെ ആഘാതം, ഒപ്പം ഓട്ടോറിക്ഷ തൊഴിലാളികൾ 2 പേർ തെറിച്ചു വീഴുകയായിരുന്നു ഈ ഇടിയുടെ ആഘാതത്തിൽ കുറച്ചപ്പുറത്തേക്ക്. ഒപ്പം ഈ യാത്രക്കാരി വണ്ടിയുടെ അടിയിൽ പെട്ടുപോയെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം വേഗത്തിൽ വാഹനം എത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റത്ത്, ഈ ഫുട്പാത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഈ കൈവരി ഇടിച്ച് ആ കാറ് മുന്നോട്ട് വരികയാണ് ചെയ്തത്. കാറിന്റെ മുൻവശം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. എയർ ബാഗ് ഉള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത്. 2 പേർക്കും, വാഹനത്തിലുള്ള 2 പേർക്കും പരിക്കുകളില്ല. അവരെന്തായാലും പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കും ഈ വൈദ്യസഹായം നൽകാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും നിലവിൽ 3 ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഒരു യാത്രക്കാരി, അങ്ങനെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരിക്കും. ഇവർ എവിടെ നിന്ന് വന്നവരാണെന്നോ മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ വണ്ടി നമ്പറോ വെച്ചോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള വിവരം പുറത്തു വരുന്നതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വാഹനം വേഗത്തിൽ വന്നു എന്നുള്ളതാണ്. വാഹനം KL 43, അതായത് മട്ടാഞ്ചേരി രജിസ്ട്രേഷനാണ് വാഹനമുള്ളത്. KL 43 എന്നാണ് വണ്ടി നമ്പർ കാണുന്നത്. മട്ടാഞ്ചേരി രജിസ്ട്രേഷനാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് വന്നതാണോ എന്നറിയാതെ ചാക്കയിൽ നിന്ന് തിരിഞ്ഞ് പാളയത്തേക്ക് പോകുന്ന വഴിയാണ്. അതുകൊണ്ട്
വണ്ടി നമ്പർ വെച്ചാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞത്. കേരളം 43 ആകുമ്പോൾ മട്ടാഞ്ചേരിയാണ്, ദൂരെ നിന്ന് വന്നതാകാം, ഉറങ്ങിപ്പോയതാണോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് നല്ല തിരക്കുള്ള സമയമാണ്. ഈ റോഡിന്റെ തിരക്ക് നമുക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് വലിയ വേഗത്തിൽ മുന്നോട്ട് വരികയും ഈ ഫുട്പാത്ത്, അത് തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡാണ്, തൊട്ടിപ്പുറത്ത് തന്നെയാണ് ജനറൽ ആശുപത്രിയിലെ രോഗികൾ ഓട്ടോ പോകാൻ ആശ്രയിക്കുന്ന ഇടം. അവിടേക്ക് ശരി, വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പരിക്കേറ്റ ആളുകളുടെ നിലയൊക്കെ ഗുരുതരം എന്നുള്ളതാണ് അവിടെ നിന്ന് ഇത് കണ്ടിട്ടുള്ള ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിക്ക് സമീപത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങൾ നൽകിയത്.